നമസ്കാരം. ഇന്ത്യയും താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയാകുമ്പോൾ വെട്ടിലാകുന്നത് പാകിസ്ഥാൻ. ദുബായിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല കൂടിക്കാഴ്ചയാണിത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളിൽ അഫ്ഗാൻ പിന്തുണയുണ്ടാകില്ല. അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. കായിക രംഗത്തെ സഹകരണവും ശക്തിപ്പെടുത്തും. അഫ്ഗാൻ ക്രിക്കറ്റിന് വലിയ സംഭാവനകൾ ഇന്ത്യ നൽകുന്നുണ്ട്. അഫ്ഗാൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിലും ഇന്ത്യ പിന്തുണ അറിയിച്ചു. 800ഓളം അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തടവിലാക്കിയെന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് നിർണായകമായ വാഗ്ദാനം. പാകിസ്ഥാനും അഫ്ഗാനുമായുള്ള ബന്ധത്തെ ഇത് കൂടുതൽ വഷളാക്കി. അഫ്ഗാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ നീങ്ങാൻ ചൈന ശ്രമിക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു. ഇതും തകർക്കുകയാണ് ഇന്ത്യൻ ലക്ഷ്യം. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് അഫ്ഗാനിൽ നല്ല സ്വാധീനമുണ്ട്. ഡോവലിന്റെ കൂടി നിർദ്ദേശം അനുസരിച്ചാണ് ചർച്ചകൾ. ഇതിലൂടെ തെക്കേ ഏഷ്യയിൽ ഇന്ത്യയുടെ കരുത്ത് കൂടും. ചൈനയും ഇന്ത്യയുമായി അടുക്കുകയാണ്. ശ്രീലങ്കയും നല്ല ബന്ധത്തിൽ, ബംഗ്ലാദേശ് ഇടഞ്ഞു നിൽക്കുകയുമാണ്. പട്ടാള ഭരണത്തിനെതിരെ ഇന്ത്യ എടുത്ത നിലപാടാണ് ഇതിന് കാരണം. ഈ സാഹചര്യത്തിൽ അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ കൂടിക്കാഴ്ചയ്ക്ക് മാനമേറെയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശിനുമെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ തുടരുകയും ചെയ്യും. വലിയ സഹായങ്ങളാണ് അഫ്ഗാന് ഇന്ത്യ നൽകാൻ പോകുന്നത്. 50,000 ടൺ ഗോതമ്പ്, 300 ടൺ മരുന്നുകൾ, ഭൂകമ്പവുമായി ബന്ധപ്പെട്ട 27 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ, 40,000 ലിറ്റർ കീടനാശിനി, 10 കോടി ഡോസ് പോളിയോ വാക്സിൻ, 15 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ, 11,000 ഹൈജീൻ കിറ്റുകൾ, 500 യൂണിറ്റ് തണുപ്പ് വസ്ത്രങ്ങൾ, 1.2 ടൺ സ്റ്റേഷനറി കിറ്റ് എന്നിവ ഇന്ത്യ ഇതിനകം അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുണ്ട്. വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ ചബഹാർ തുറമുഖം കൂടുതലായി ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു. നയതന്ത്ര ബന്ധം ഔപചാരികമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പിലാണ് ഡൽഹിയും കാബൂളുമെന്ന് സൺഡേ ഗാർഡിയൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ അകലം പാലിച്ചിരുന്നു. എന്നാൽ കാബൂളും ഡൽഹിയും അനൗപചാരികമായി ബന്ധം നിലനിർത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നതായിട്ടാണ് റിപ്പോർട്ട്. കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സാങ്കേതിക സംഘം കാബൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ, ജെയ്ഷെ തുടങ്ങിയ ഭീകര സംഘങ്ങളെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനോ ഒളിക്കാനോ അനുവദിക്കില്ലെന്ന് കാബൂൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കി. ദുബായിലെ രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ചയിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ചർച്ചയിൽ ധാരണയായി. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനും അഫ്ഗാനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിനും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. അതേസമയം അഫ്ഗാൻ മേഖലയിലെ സുരക്ഷാസ്ഥിതിയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. ഇറാനിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന തുറമുഖത്തിന്റെ കാര്യത്തിൽ നിർണായക ചർച്ച നടന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനെ വരുതിയിലാക്കാൻ ചൈനയുടെ ഇടപെടലുകളും നടക്കുന്നുണ്ട്. അഫ്ഗാനിലെ പ്രകൃതി വിഭവങ്ങളെ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം. ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ഇന്ത്യൻ നീക്കം. മാസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തി പഠിക്കുന്ന വിദ്യാർത്ഥിയെ മുംബൈയിലെ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് കോൺസുലായി നിയമിച്ചിരുന്നു താലിബാൻ. ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ നയതന്ത്രപരമായി ചർച്ചകളെ ഇത് വേഗത്തിലാക്കി. ഡൽഹി സൗത്ത് ഏഷ്യ യൂണിവേഴ്സിറ്റിയിൽ അന്താരാഷ്ട്ര നിയമത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയായ ഇക്രാമുദ്ദീൻ കമിലാണ് കോൺസുൽ. കഴിഞ്ഞ 7 വർഷമായി ഇക്രാമുദ്ദീൻ ഇന്ത്യയിൽ പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇയാൾക്ക് അഫ്ഗാനിസ്ഥാന്റെ മുംബൈ കോൺസുലേറ്റിന്റെ ചുമതലയാണ് നൽകിയത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പോട് കൂടിയാണ് ഇക്രാമുദ്ദീൻ ഇന്ത്യയിലെത്തി പഠിക്കുന്നത്.